അതുമായി കൊണ്ട് സഹകരിക്കണം എന്നാണ് പ്രത്യേകം പറയാനുള്ളത്. കാരണം സമസ്ത എന്നുള്ളത് അത് നമ്മളെ ഉഹ്റവിയായ നിലക്ക് നമ്മൾക്ക് വഴികാട്ടി തരുന്നതായ ഒരു സംഘടനയാണ് സമസ്ത കളജ. ഭൗതികമായ ഒരു നേട്ടോദ്ദേശത്തിന് പിന്നിൽ ആരും കൂടണ്ട. ഞാൻ പറയുന്നുണ്ട് എല്ലായിടത്തും അത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഭൗതികമായ നേട്ടത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല. ഇത് ഉഹ്റവിയായ നേട്ടം നമുക്ക് ലഭിക്കപ്പെടണം. ആ നേട്ടം ലഭിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ സംഘടനയായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഈ സംഘടനയിൽ നിന്നും കൊണ്ട് വളർന്ന് വലുതായി വന്ന പലരും ഈ സംഘടനയെ തിരിച്ചു കുത്തുന്നവർ കൊഞ്ചനം കാട്ടുന്നവരൊക്കെ ഉണ്ടാവാം പല ഭാഗങ്ങളിലും. അവരൊക്കെ അത് അറിയിക്കേണ്ട അർഹതയോ പിന്നെ അവജ്ഞയോടുകൂടി ജനങ്ങൾ അവരെ വിലയിരുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം അതാണ് പറയാനുള്ളത്. സംഘടന എന്നുള്ളത് ഒരു ഇലാഹിയായ സംഘടനയാണ്. നമ്മൾ ബഹുമാനപ്പെട്ട പമ്പ്ര അബ്ദുൽ ഖാദർ ഖാസി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഇലാഹിയായ സംഘടന. തികച്ചും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാണ് ഈ സംഘടന ഇവിടെ പടുത്തുയർത്തിയിട്ടുള്ളത്. അവരെന്നും നമ്മളെ കൂടെ ഉണ്ട്, എന്നും നമ്മളെ കൂടെ ഉണ്ട്. അവർ ഉണ്ട് എന്നുള്ള വിശ്വാസമല്ലേ നമ്മളെ വിശ്വാസക്കാരല്ലേ. മഹാന്മാർ അവർക്കുള്ള തസറുഫാത്തുകൾ മരണത്തിന് ശേഷം വളരെ ശക്തമായിട്ടായിരിക്കും. കാരണം ആത്മാവ് ശരീരവുമായി കൊണ്ട് വിട്ടുപിരിഞ്ഞു കഴിഞ്ഞാൽ ആ ആത്മാവിൻ്റെ പ്രൗഢി വളരെ കൂടുതലായിരിക്കും. ആ ആത്മാവിന്